ശിരൂരിൽ നിന്നാണ് അടുത്തൊരു വാർത്ത. ശിരൂർ ദൗത്യം നീളാനാണ് സാധ്യത. കാലാവസ്ഥ പ്രതികൂലമായതാണ് പ്രതിസന്ധിക്ക് കാരണം. നിലവിൽ ഉത്തര കന്നഡ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കാർവാറിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അനുകൂല കാലാവസ്ഥ ഉണ്ടായാൽ തിരച്ചിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് വിലയിരുത്തി. കർണാടകയിലെ ശിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇനിയും നീളുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രധാനമായും ഇവിടെ പ്രതിസന്ധിയായിരിക്കുന്നത് കാലാവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി ഈ പ്രദേശത്ത് ഓറഞ്ച് അലർട്ടാണ്, ശക്തമായ മഴയാണ്. ഇത് തന്നെയാണ് ഈ തെരച്ചിൽ വീണ്ടും ആരംഭിക്കുന്നതിന് വെല്ലുവിളി ഉയർത്തുന്നത്. ഏതായാലും നിലവിൽ ഇനി വരുന്ന 3 ദിവസത്തേക്ക് യെല്ലോ അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും കാലാവസ്ഥ മുന്നറിയിപ്പ് മാറാതെ ഡ്രഡ്ജർ എത്തിക്കാൻ ആവില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടമുള്ളത്. ഇത് ഗോവയിൽ നിന്നും കടൽ മാർഗമാണ് എത്തേണ്ടത്. ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമായാൽ ഇവിടെ എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് ലംഘിച്ച് ഡ്രഡ്ജർ കൊണ്ടുവരികയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപകടപ്പെട്ടാൽ അതിന് ഇൻഷുറൻസ് പരിരക്ഷ പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഏതായാലും അർജുൻ ഉൾപ്പെടെയുള്ളവർക്ക് 3 പേർക്കായുള്ള തിരച്ചിൽ നീളുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 2 മാസം ആകാൻ പോകുന്നു ശിരൂരിൽ ഇത്തരത്തിൽ അപകടം നടന്നിട്ട്. 11 പേരെയാണ് അപകടത്തിൽ കാണാതായത്. ഇതിൽ 8 പേരുടെ മൃതദേഹം നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി 3 പേരെ കണ്ടെത്താനുണ്ട്. ജഗന്നാഥിനെയും ലോകേഷിനെയും അർജുനു പുറമെ ഈ 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായുള്ള തിരച്ചിലാണ് ആരംഭിക്കുന്നത്. എന്തായാലും തിരച്ചിൽ നീളുമെന്ന ഈ വിവരം, ഈ സൂചന അത് കുടുംബത്തെ വലിയ നിരാശയിൽ ആഴ്ത്തിയിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ 18-ാം തീയതി ഇത് സംബന്ധിച്ച് കർണാടക ഹൈക്കോടതിയിൽ വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട്. കർണാടക സർക്കാർ തിരച്ചിലിന് അനുകൂലമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും മഴയാണ്, കാലാവസ്ഥയാണ് വില്ലനായി മാറുന്നത്. എന്തായാലും ഈ ലോറി പുറത്തേക്ക് എടുക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ലോറിക്കകത്ത്, ഈ ക്യാബിനകത്ത് അർജുൻ്റെ ശരീരഭാഗങ്ങൾ ഏതെങ്കിലും കിട്ടുമോ എന്ന ഒരു പ്രതീക്ഷ, അതാണ് ദൗത്യ സംഘം പങ്കുവെക്കുന്നത്. അത് തന്നെയാണ് കുടുംബവും പങ്കുവെക്കുന്നത്. അന്ത്യകർമ്മമെങ്കിലും ചെയ്യാൻ ഇവരെ ഈ കുടുംബത്തെ ആവശ്യപ്പെടുന്നത് അത്തരത്തിൽ കണ്ടെത്തണം എന്നതാണ്. അത്തരത്തിൽ ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇനിയും കാത്തിരിക്കേണ്ടി വരും. ആ ഒരു ദൗത്യം സംഘത്തിൻ്റെ ആ പ്രവർത്തനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഏതായാലും അടിയൊഴുക്ക് 3.5 മാത്രമേ ഉള്ളുവെങ്കിലും കാലാവസ്ഥ മുന്നറിയിപ്പ് അവഗണിച്ച് ഏതെങ്കിലും തരത്തിൽ തിരച്ചിൽ നടത്താനാവില്ല. ഇനി 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരച്ചിലിനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. അതിനായി കൃത്യമായ കാലാവസ്ഥ ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ടാകണം. അതിനായാണ് ഈ ജില്ലാ ഭരണം ഉൾപ്പെടെ കാത്തിരിക്കുന്നത്. ഏതായാലും ഇന്നലെ ഈ കാർവാറിൽ ഒരു പ്രത്യേക യോഗം ചേർന്നിരുന്നു. ജില്ലാ കലക്ടർ, അതുപോലെ തന്നെ SP, കാർവാർ MLA ഇവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. ഈ യോഗത്തിലും ഇത്തരത്തിൽ നിർദ്ദേശം തന്നെയാണ് വന്നിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമായാൽ ആ സമയം തന്നെ ഈ തെരച്ചിൽ ആരംഭിക്കുമെന്നതാണ്. 1 കോടി രൂപയോളം ചെലവ് വരുന്ന ഈ ഡ്രഡ്ജറിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാനുള്ള എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോഴും ഈ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ ഈ ദൗത്യം തുടരാനാകൂവെന്ന് ഡ്രഡ്ജർ കമ്പനി കൂടി വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. ശിരൂർ ദൗത്യം നീളും എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അല്ലേ? അത് ഒരുപാട് സാങ്കേതികമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ.